ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പഠനത്തിൽ കുറേ ഗ്യാപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പഠിക്കാതെ കുറച്ച് പഠിച്ചു പിന്നെ പഠിക്കാതെ ഇരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടാവും, ഞാൻ ഈ പഠിക്കുന്ന രീതി ശരിയല്ല, ഞാനിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം എനിക്ക് നേടാൻ കഴിയില്ല എന്നുള്ളൊരു അവെയർനെസ് നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളിലേക്കൂടെയൊക്കെയാണ് പരമാവധി നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോയിൻ്റുകൾ നമുക്ക് അനുഭവപ്പെടുന്ന പോയിൻ്റുകളാണ് സക്സസ്സിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നോടിയായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തോന്നുന്ന സെൽഫ് ഡൗട്ടാണ്. ഞാൻ പഠിക്കുന്ന രീതി ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ജയിക്കുമോ? ഫുൾ ഓഫ് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഡൗട്ട്സ് ആയിരിക്കും ആദ്യം നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും എന്തായാലും ഫസ്റ്റൊരു വിജയക്കൊടിയൊന്നും പാറിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഫെയിലിയർ തന്നെയായിരിക്കും കുറേയൊക്കെ അനുഭവപ്പെടുക. തുടക്കത്തിൽ കുറേ ഫെയിലിയറുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു വിമർശിക്കാനായിട്ട് നമുക്കൊരു വിമർശന ബുദ്ധി നമുക്ക് വരും. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ചാൽ എങ്ങനെയാണ്, നമ്മൾ പഠിക്കുന്ന രീതി ഏത് രീതിയിലൂടെ പഠിച്ചാലാണ് എനിക്ക് സെറ്റാവുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു ക്രിറ്റിസിസം വരും. പിന്നെ അതുപോലെ തന്നെ ആ ക്രിറ്റിസിസത്തിൽ കൂടെ നമുക്ക് കുറേ വേണ്ടതേത് വേണ്ടാത്തതേത്, ഏത് പഠിക്കണം ഏത് പഠിക്കേണ്ട എന്നുള്ള കുറേ റിജക്ഷൻസ് വരും നമുക്ക്. പിന്നെ അതിന് ശേഷം നമുക്ക് കുറേ പോകുമ്പോഴാണ് ഒരു ഡിസിപ്ലിൻ വരുന്നത്. ഈ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയൊരു കടമ്പയാണ് സാക്രിഫൈസ് എന്ന് പറയുന്ന ത്യാഗം. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഫാമിലി ഫങ്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള പല കാര്യങ്ങളും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കൊരു സ്ഥിരത വരണം പഠനത്തിന്. അതിനുശേഷം സ്ഥിരത വരുമ്പോഴാണ് നമുക്ക് ഈ 24 മണിക്കൂർ ഒന്നും തികയുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും കുറേ ലേറ്റ് നൈറ്റ്സുകളിലൂടെയും അങ്ങനെയൊക്കെ പോയാണ് പിന്നെ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവസാനത്തെ ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ദാറ്റ് ഈസ് സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഞാനും ഈ ഒരു പാതയിലൂടെയാണ്. എല്ലാവർക്കും ഈ പാതയിലൂടെയൊക്കെ കടന്നാൽ മാത്രം തന്നെ സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിനെ പറ്റട്ടെ എന്നും എനിക്കും അതിന് സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്.